ശ്രീ നജീവ് കാന്തപുരം, അങ്ങക്ക് 7 മിനിറ്റ്. സർ, കേരളത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിച്ചു നിർത്താനും മതസമൂഹങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധം ഉറപ്പിക്കാനും വർഗീയതക്കും വെറുപ്പിനുമെതിരെ മതേതര സമൂഹത്തെ ശക്തിപ്പെടുത്താനും ജീവിതം സമർപ്പിക്കുന്ന ഒരു നേതാവാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടിയാണ് സർ ഈ സംസ്ഥാനത്ത് BJPയുമായി മുഖാമുഖം പൊരുതി ഈ നിയമസഭയിലേക്ക് ഒരു സംഖ്യ എത്താതിരിക്കാനുള്ള പ്രതിരോധം സൃഷ്ടിച്ചത് എന്ന് എല്ലാവർക്കും ഓർമ്മ വേണം. ആ പോരാളികളാണ് എൻ്റെ പ്രിയ സുഹൃത്ത് AKM അഷ്റഫും എന്നെ നെല്ലിക്കുന്നും എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വർഗീയതയും മതവിശ്വാസവും രണ്ടാണ് സർ. CPMകാർക്ക് ഇതെല്ലാം ഒന്നായി തോന്നുന്നുണ്ടാവാം. ഞങ്ങൾ വർഗീയതക്കെതിരാണ്, പക്ഷേ ഞങ്ങൾ വിശ്വാസത്തിനൊപ്പമാണ്. ഞങ്ങളെ സംഘവിരുദ്ധത പഠിപ്പിക്കാൻ മാത്രം സുമോദിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും വളർന്നിട്ടില്ലെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് സംഘവിരുദ്ധ നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് അജണ്ട മാത്രമാണ്. ഞങ്ങൾക്ക് സംഘവിരുദ്ധ നിലപാട് മുസ്ലിം ലീഗിന് അത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഞാൻ ഈ ബജറ്റിനെ എതിർക്കുകയാണ്. ഈ ബജറ്റിനെ ഞാൻ എതിർക്കുന്നത് PB ഈ ബജറ്റിനെ എതിർത്തത് കൊണ്ടല്ല എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. ആദരണീയനായ ധനകാര്യമന്ത്രി ബജറ്റിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് സർ. സൂര്യാസ്തമയ രംഗങ്ങളിൽ നിന്ന് സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റത്തെ നിതാന്ത ജാഗ്രതയോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാനാവില്ല. ശരിയാണ് സർ, അങ്ങ് ബജറ്റിൽ പറഞ്ഞ ഈ വാചകം വസ്തുതാപരമാണ്. പറഞ്ഞിട്ടെന്തു കാര്യം? അങ്ങയുടെ പാർട്ടിക്ക് ഈ നിലപാടുണ്ടോ? ഇനിയും സൂര്യനുദിക്കാത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയിലാണ് താൻ ഉള്ളതെന്ന് അറിയാതെയാണോ അങ്ങ് സൂര്യോദയം സ്വപ്നം കാണുന്നത്? എന്താണ് സാർ സൂര്യോദയ മേഖല? എന്താണ് ഇന്നത്തെ മാർക്കറ്റ് ആവശ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ? ആ ഉൽപ്പന്നങ്ങളിൽ പ്രധാനം കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന മാനവ വിഭവശേഷിയാണ്. അത് തിരിച്ചറിഞ്ഞാണ് അങ്ങ് നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന നയം മാറ്റം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നലെ പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ ഇതെല്ലാം തിരുത്തിയിരിക്കുന്നു. ഈ ബജറ്റ് വെറും കടലാസു കഷ്ണങ്ങൾ മാത്രമാണ് സാർ. വാചക കസർത്ത് മാത്രമാണ്. നയാ പൈസ ഇല്ലാത്തവന്റെ വിലാപകാവ്യമാണ് സാർ ഈ ബജറ്റ്. ഈ ബജറ്റ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുണ്ട്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി, അങ്ങ് സൂര്യോദയത്തിനൊപ്പമാണോ അതോ സൂര്യനുദിക്കാത്ത പാർട്ടി നിലപാടിനൊപ്പമാണോ എന്നാണ് അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ വിശദീകരിക്കേണ്ടത്. ലോകത്തിൻ്റെ മാറ്റങ്ങളെ മുഖാമുഖം നേരിടാൻ ശ്രമിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ഇനി പാഴ്വാക്കാകുമെന്ന് ഉറപ്പല്ലേ? കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കാനും വിദേശികളെ കേരളത്തിലേക്ക് ചികിത്സയ്ക്കെത്തിക്കാനും പദ്ധതികൾ ഒരുക്കുന്ന ആദരണീയനായ ധനമന്ത്രിയുടെ കയ്യിൽ കേരളത്തെ ICUവിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു മരുന്നില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം. സർ, ആദരണീയനായ നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തൊരു വേവലാതിയായിരുന്നു ആ മുഖത്ത്, എത്ര ദുർബലമായിരുന്നു ആ വാക്കുകൾ. മലപ്പുറത്തൊരു വാമൊഴിയുണ്ട് സർ, കായില്ലാത്തവൻ ഇറച്ചിക്ക് കാത്തു നിൽക്കുന്ന പോലെയെന്ന്. സത്യത്തിൽ അങ്ങയുടെ നിൽപ്പ് അങ്ങനെയായിരുന്നു സർ. ആ സങ്കടങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾക്ക് അങ്ങയോട് സഹതാപമുണ്ട്. CPI മന്ത്രിമാർ തന്നെ അങ്ങയോട് പ്രതിഷേധിക്കുകയാണ്. അവരാരും സീറ്റ് തന്നെ ഇല്ല. കാരണം അങ്ങ് ബജറ്റ് അവതരിപ്പിച്ചതോടെ അവരെല്ലാം ഇനി വീട്ടിലിരിക്കുന്നതാണ് സർ നല്ലത്. അടുത്ത ഓണത്തിന് പോലും മാവേലി സ്റ്റോറുകൾ തുറക്കാനാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല സർ. നമ്മൾ കുറേ ഓട്ടോണമസ് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പസിൽ പൂച്ചട്ടി വെക്കാനല്ലാതെ എന്തിനുള്ള സ്വയംഭരണാവകാശമാണ് സാർ അവർക്കുള്ളത്? കരിക്കുലം അവർക്കുണ്ടാക്കാൻ അവകാശമുണ്ടോ? അവർ ഉണ്ടാക്കിയാൽ അത് സ്വീകരിക്കാൻ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ചെങ്കോട്ടകളായ യൂണിവേഴ്സിറ്റി മേലാളന്മാർക്ക് സാധിക്കുമോ? സിസ്റ്റം മാറണം സാർ. അത് മാറ്റാൻ ഭരണ നൈപുണ്യവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമാണ് വേണ്ടത്. അതിന് അങ്ങയെ നയിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കോ സാധിക്കുമോ എന്നതാണ് കേരളം ഉയർത്തുന്ന ചോദ്യം. ഇന്ന് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥ എന്താണെന്ന് അങ്ങ് നിരീക്ഷിച്ചിട്ടുണ്ടോ? നയാ പൈസ കയ്യിലില്ലാത്തവന് എന്ത് സൂര്യോദയമാണ് സാർ. സാധാരണക്കാരൻ്റെ കയ്യിൽ പണമെത്തിക്കാൻ ഒരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല. പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി, അത് കൊടുക്കാൻ വഴിയില്ല. കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ കോടികളാണ് കുടിശ്ശികയുള്ളത്, അത് കൊടുക്കാൻ ബജറ്റിൽ നിർദ്ദേശമില്ല. 1 രൂപ പോലും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല സർ. വലിയ തമാശകൾ ഏറെയുണ്ട് ഈ ബജറ്റിൽ. ഒന്ന്, സംസ്ഥാനത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക്
പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ചേർന്ന് പഠിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്താണ് സാർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം? എന്ത് അക്കാഡമിക് ഇന്നോവേഷനാണ് സാർ കേരളത്തിൽ നടക്കുന്നത്? എന്ത് സിലബസ് പരിഷ്കാരങ്ങളാണ് സാർ നാം നടത്തുന്നത്? ഇവിടെ ഒരു പ്രോ ആക്റ്റീവ് കരിക്കുലം ഉണ്ടോ? കൃത്യമായ പരീക്ഷാ സമ്പ്രദായമുണ്ടോ? എംപ്ലോയറുമായി കണക്ടിവിറ്റി ഉണ്ടോ? നാഷണൽ സ്റ്റഡി ഹബായി കേരളത്തിന് മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. അതിന് അങ്ങയുടെ പാർട്ടിയുടെ ഈ പിന്തിരിപ്പൻ നിലപാട് മാറ്റണം. അങ്ങ് ഇപ്പോൾ കൈക്കൊള്ളുന്ന ഈ ചുവടുവെപ്പുകൾക്കെങ്കിലും പിന്തുണ നൽകാൻ അങ്ങയുടെ പാർട്ടി തയ്യാറാവണം. സർ, വ്യവസായ മേഖലയിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഇതിനുള്ള ശ്രദ്ധേയമായൊരു മുൻകൈ എടുത്തു. സ്കെയിലപ്പ് കോൺക്ലേവ് എന്ന ബിസിനസ് സമിറ്റ് നടത്തി. സ്കെയിലപ്പ് വില്ലേജ് എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി. സ്വന്തമായി ഞങ്ങൾ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കുകയാണ് സർ. എന്നാൽ സങ്കടകരമായ കാര്യം, ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് കൊമേഴ്സ്യലിൽ നിന്ന് ഇൻഡസ്ട്രിയലിലേക്ക് മാറ്റാൻ 4 മാസമായി നടക്കുന്നു. ഓരോരോ നൂലാമാലകൾ പറഞ്ഞ് ഒരു പ്രവാസി വ്യവസായിയെ വട്ടം കറക്കുകയാണ് സാർ. എന്ത് സിംഗിൾ വിൻഡോ ആണ് സാർ നിങ്ങൾ തുറക്കുന്നത്? ഉമ്മറത്തെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്ന പിന്തിരിപ്പൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നിങ്ങൾ എത്ര സിംഗിൾ വിൻഡോകൾ തുറന്നിട്ട് എന്ത് കാര്യം? ആനുകൂല്യങ്ങൾ കടലാസിലല്ല സർ വേണ്ടത്, പ്രവൃത്തിയിലാണ് വേണ്ടത്. സർ, നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ആത്മാവിന് അന്ത്യകുദാശ ചൊല്ലുന്ന RSSനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരുമിച്ച് പോരാടണം. നമ്മൾ കൈകോർത്ത് നിൽക്കണം. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി മതേതര ചേരി ഭിന്നിച്ചാൽ നഷ്ടമാവുക ഇന്ത്യ എന്ന പൊതു സ്വപ്നമാണ്. ബഹുസ്വരത എന്ന നമ്മുടെ നാടിന്റെ റിയാലിറ്റിയാണ്. അത് തകർന്നു വീടും മുമ്പ് നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, കാശിയിലും മധുരയിലും ഇപ്പോ പോർവിളികൾ ഉയരുകയാണ്. മൗലികാവകാശങ്ങൾക്ക് നേരെയാണ് സർ കയ്യേറ്റം നടക്കുന്നത്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകന്മാർ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ആരാധനാലയ സംരക്ഷണ നിയമം പരിരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂക്കോട്ടൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് ഡേ നൈറ്റ് മാർച്ച് ചെയ്യുകയാണ്. പോരാട്ടമാണ് ഇനിയുള്ള രാഷ്ട്രീയം സർ, പോരാട്ടമാണ് ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അതിന് വിശാലമായ ഐക്യനിര പടുത്തുയർത്തണം. ഇവിടെ നമുക്ക് പരസ്പരം രാഷ്ട്രീയ സംവാദമാകാം. എന്നാൽ നമ്മുടെ പൊതുശത്രു RSS ആണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടാകണം സർ. RSSന്റെ കുതന്ത്രങ്ങൾ കേരളത്തിലെങ്കിലും പ്രതിരോധിക്കാൻ വിവേകത്തോടെ പെരുമാറണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ എതിർക്കുന്നു.